ഹേ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് ബ്ലൂ ലോക്ക് എന്ന ജാപ്പനീസ് അനിമേ TV സീരീസിന്റെ സീസൺ 1 19ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡ് പോകുന്നതിന് മുമ്പ് എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം. നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോക്ക് എത്ര വ്യൂ ആയെന്ന് തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യാം. അപ്പോട്ട് സമയങ്ങളാതെ നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡ് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഇപ്പോൾ നടന്ന മത്സരത്തിൽ തോറ്റുപോയ ടീം റെഡിൽ നിന്നും ആരെ തെരഞ്ഞെടുക്കുമെന്ന് പറഞ്ഞ് ചിന്തിച്ച് നിൽക്കുന്ന ടീം വൈറ്റിനെയാണ്. നമുക്ക് കുനുഗാമിയെ തെരഞ്ഞെടുക്കാം. ഈ മാച്ച് മുഴുവൻ എന്നെ ടാർഗറ്റ് ചെയ്ത് അവൻ എന്നെ തടഞ്ഞു നിർത്തി. സോ അവന്റെ ഡിഫൻസ് വളരെയധികം നന്നായിരുന്നു. മാത്രമല്ല എന്നെ പോലെ ലോങ് ആയിട്ട് അവന് നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഞാനും അവനും ഒരുമിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വേറെ ലെവലായിരിക്കും എന്ന് പറയുവാണ് ബാറോ. ഇല്ല, വളരെയധികം തന്ത്രശാലിയും ഏതൊരു സിറ്റുവേഷനിലും വളരെ നന്നായിട്ട് ബോൾ പാസ് ചെയ്യാൻ കഴിവുള്ള റിയോയെ വേണം നമ്മൾ എടുക്കാൻ. അവനെ പോലെ ഒരു പ്ലെയർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് നല്ലൊരു സപ്പോർട്ട് ആയിരിക്കും എന്ന് റിയോയും പറയുന്നു. ഇല്ല, നമ്മുടെ ടീമിലുള്ള അതുപോലെയുള്ള ഒരാളെയല്ല നമുക്ക് ആവശ്യം. സെക്കൻഡ് സെലക്ഷനില് നമുക്കുണ്ടായിരുന്ന ഒരേ ഒരു ചലഞ്ച് കൂടെയുള്ള ടീംമേറ്റുമായിട്ട് ഒരു കെമിക്കൽ റിയാക്ഷൻ നടത്തുക എന്നുള്ളതായിരുന്നു. എന്നാൽ ഈ മാച്ചിൽ കൂടെയുള്ളവരുമായിട്ട് കെമിക്കൽ റിയാക്ഷൻ നടത്തുന്നതിന് പകരമായി അവരെ യൂസ് ചെയ്ത് ഒറ്റയ്ക്ക് കളിക്കാൻ നമ്മൾ ആരംഭിച്ചു. ബാറോയെ ഞാൻ യൂസ് ചെയ്തതുപോലെ ബാറോ എന്നെ യൂസ് ചെയ്ത് ഒരു സ്കോർ നേടിയെടുത്തു. സോ നമ്മളെ യൂസ് ചെയ്ത് സ്കോർ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരാളെ വേണം നമ്മൾ തെരഞ്ഞെടുക്കാൻ. അതിന് നമുക്കൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത തരത്തിൽ യുണീക്ക് ആയിട്ടുള്ള ഒരു വെപ്പൺ ഉള്ള ഒരാളെ വേണം. സോ അങ്ങനെയുള്ള ഒരാളെ ഞാൻ കണ്ടുപിടിച്ച് കഴിഞ്ഞിരിക്കുന്നു. ചിഗിരി ഹയോമ, ഞങ്ങളുടെ കൂടെ ചേർന്ന് മുന്നോട്ട് പോവാൻ നീ തയ്യാറാണോ എന്ന് ചോദിക്കുവാണ് ഇസഗി. സോ ഇത് കേട്ട് റിയോയും കുനുഗാമിയും ചിഗിരിയും ഞെട്ടുന്നു. സോ ബ്ലൂ ലോക്കിന്റെ റൂൾസ് അനുസരിച്ച് അവൻ ഇവരുടെ ടീമിലോട്ട് പോയേ പറ്റൂ. കുനുഗാമി, ഇപ്പോ നമ്മൾ അനുഭവിക്കുന്ന ഈ ഫീലിങ്സ് നീ ഒരിക്കലും മറക്കരുത്. ഫ്യൂച്ചറിൽ ഇസഗിയെ എതിർത്ത് പോരാടാനുള്ള ഒരേ ഒരു വഴി ഈ ഫീലിങ്സ് ആണ്. ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കും മൈ ഹീറോ എന്ന് പറയുവാണ് ചീഗിരി. ഇതേസമയം റിയോയുടെ അടുത്തോട്ട് വരുവാണ് നാഗി. റിയോ, ഞാൻ നിന്റെ എതിർ ടീമിലായിരുന്നെങ്കിൽ പോലും നീ വളരെ നന്നായിട്ടാണ് ഗെയിം കളിച്ചത്. ഏത് സാഹചര്യത്തിലും വളരെ നന്നായിട്ട് പാസ് ചെയ്യാനുള്ള കഴിവ് നിനക്കുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാനും ഇസഗിയും വളരെ റിസ്ക് ആയിട്ടുള്ള ഒരു പ്ലാനിങ് നടത്തിയത്. അത് വളരെയധികം അടുത്തായിരുന്നു. സോ നീ വളരെയധികം സ്ട്രോങ് ആണ് റിയോ. ഞാൻ തീർച്ചയായിട്ടും നിന്നെ തോൽപ്പിക്കും. പക്ഷേ എനിക്കൊരു കാര്യം അറിയണം, നീ എന്തുകൊണ്ട് എന്നെ തെരഞ്ഞെടുത്തില്ല? നിനക്കിപ്പോ എന്നെ ആവശ്യമില്ലല്ലേ? നമ്മൾ ഒരുമിച്ച് ലോകത്തിലെ മികച്ച സ്ട്രൈക്കേഴ്സ് ആവുമെന്ന് ശബ്ദമെടുത്തത് നീ മറന്നു. നിനക്ക് എന്നെ വേണ്ടെങ്കിൽ അത് നീ എന്റെ മുഖത്ത് നോക്കി വളരെ വ്യക്തമായിട്ട് പറയണം. ഓ, നീ പറഞ്ഞു വരുന്നത് ഞാൻ ഇപ്പോ നിന്നെ തെരഞ്ഞെടുത്താൽ നിനക്ക് സന്തോഷമാകുന്നാണോ? ലോകത്തിലെ ബെസ്റ്റ് ആയ ഒരാളാവാൻ അത്ര എളുപ്പമാണോ? നമ്മൾ ഒരുമിച്ചെടുത്ത പ്രോമിസ് നീ മറന്നെന്ന് തോന്നുന്നു റിയോ. പണ്ടത്തെ പോലെ എനിക്കിപ്പോ കെയറിങ്ങിന്റെ ആവശ്യമില്ല. സത്യം പറഞ്ഞ നീ ഒരു ശല്യമാണ് റിയോ. സോ എനിക്ക് നിന്നെ ഇനി ആവശ്യമില്ല എന്ന് പറഞ്ഞ് റിയോ അവിടെ നിന്നും പോകുന്നു. അപ്പോഴാണ് ഇസഗി അവനോട് ഒരു കാര്യം പറയുന്നത്. ഹേയ് റിയോ, ആരെങ്കിലും തെരഞ്ഞെടുക്കുമെന്ന് വിചാരിച്ച് കാത്തിരിക്കുന്ന ഒരു വ്യക്തിയല്ല. ആരെങ്കിലും തെരഞ്ഞെടുക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരാളായിട്ട് മാറണം. നീ എന്തിനാ ഫുട്ബോൾ കളിക്കുന്നേ? ലോകത്തിലെ തന്നെ ബെസ്റ്റ് സ്ട്രൈക്കർ ആവാൻ സാധിക്കുന്ന ഒരാൾക്ക് മാത്രമേ ബ്ലൂ ലോക്കിൽ സർവൈവ് ചെയ്യാൻ സാധിക്കൂ. ഇത് കേട്ട് റിയോ തല താഴ്ത്തി അവിടെ ഇരിക്കുന്നു. ഹേയ്, തല താഴ്ത്തരുത്, അവർ പോകുന്നത് നോക്ക്. നമ്മൾ തല കുനിച്ചിരുന്നാൽ അതിനർത്ഥം എല്ലാം അവസാനിച്ചു എന്നാണ് എന്ന് പറയാണ് കുനുഗാമി. പിന്നീട് നമ്മൾ കാണുന്നത് ഒരു ഫ്ലാഷ് ബാക്ക് ആണ്. ഫുട്ബോൾ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന ബാച്ചിറ, അവന്റെ കൂടെ നിന്ന് പെയിന്റിംഗ് ചെയ്യുന്ന അവന്റെ അമ്മ. ഇമാജിനറി ഫ്രണ്ട് ആയിട്ടുള്ള മോൺസ്റ്ററോ? അതെ, അത് നിനക്ക് മാത്രം കാണാൻ സാധിക്കുന്ന നിന്റെ ഒരു സുഹൃത്താണ്. നീ ഈ പറയുന്ന സുഹൃത്ത് നിന്റെ കൂടെ ഫുട്ബോൾ കളിക്കുന്നു, അതും നീ കളിക്കാൻ അത് ആഗ്രഹിക്കുന്നു അല്ലേ? അതെ, പക്ഷെ അമ്മേ, എനിക്ക് ആ മോൺസ്റ്ററിനെ പോലെ എനിക്കൊപ്പം കളിക്കാൻ പറ്റുന്ന ഒരു യഥാർത്ഥ സുഹൃത്തിനെ വേണം. ഓ, തീർച്ചയായിട്ടും ഒരു ദിവസം നീ അങ്ങനെ ഒരു സുഹൃത്തിനെ കണ്ടുപിടിക്കും, അതെനിക്ക് ഉറപ്പാ എന്ന് പറയുവാണ് അവന്റെ അമ്മ. പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ ഇസഗീനെയാണ്. അടുത്തത് നമ്മൾ ആരുടെ കൂടെയാണ് മാച്ച് കളിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ഇസഗി അവിടെ പ്ലാനിങ് ചെയ്യുന്നു. എന്നാൽ നാഗിയും ചീഗരിയും ബാറോയും അതൊന്നും തന്നെ ശ്രദ്ധിക്കുന്നില്ല. അവരെല്ലാം അവരുടെ ജോലിയിൽ വളരെയധികം ബിസിയാണ്. ഡേയ്, ഇത് റൂം തന്നെയാണോടെ? എല്ലാ വേസ്റ്റും ഉണ്ടല്ലോ ഇവിടെ, ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെച്ചൂടെ എന്ന് പറഞ്ഞ് ബാറോ അവരോട് രണ്ടുപേരോടും ചൂടാവുന്നു. എന്നാൽ ചീഗരിയും നാഗിയും അത് മൈൻഡ് പോലും ചെയ്യുന്നില്ല. ആരെങ്കിലും ഞാൻ പറയുന്ന ഒന്ന് മൈൻഡ് ചെയ്യടാ എന്ന് പറയുവാണ് ഇസഗി. സോ അവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ ഇസഗി ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നു. ബാറോയും അവന്റെ കൂടെ തന്നെയുണ്ട്. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാറോ എന്തോ ഒന്നും സംസാരിക്കാത്തെ. ഞാൻ പറഞ്ഞതെങ്ങാനും അവന് ഫീൽ ആയി കാണോ എന്ന് ചിന്തിക്കുവാണ് ഇസഗി. ഇസഗി, ഗ്രൗണ്ടിലായിരിക്കുന്ന സമയത്ത് നീ ശരിക്കും എന്താണ് കാണുന്നത്? എന്തു തരം ഫുട്ബോളാണ് നീ ശരിക്കും കളിക്കുന്നത് എന്ന് ഇവനോട് ചോദിക്കുവാണ് ബാറോ. സത്യത്തിൽ എന്റെ വെപ്പൺ എന്ന് പറയുന്നത് സ്പേഷ്യൽ അവയർനെസ്സും ഡയറക്റ്റ് ഷോട്ടുമാണ്. എന്റെ സ്പേഷ്യൽ അവയർനെസ് കാരണം കറക്റ്റ് സ്ഥലത്തോട്ട് ബോൾ മൂവ് ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കും എന്ന് പറയുവാണ് ഇസഗി.
പിന്നീട് നമ്മൾ കാണുന്നത് നാഗിനെയാണ്. ഫോണിൽ ഫുട്ബോൾ കളിക്കുന്ന ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവൻ. ഹേയ്, നീ എന്താ കാണുന്നേ എന്ന് ചോദിക്കുകയാണ് ചീഗിരി. ഇത് നോക്കിയേ, ഇയാളുടെ കഴിവ് ഉപയോഗിച്ച് എങ്ങനെയൊക്കെയാ ബോളിനെ കൺട്രോൾ ചെയ്യുന്നേ നോക്കിയേ. തീർച്ചയായിട്ടും ഇതെല്ലാം എനിക്കും പരീക്ഷിച്ചു നോക്കണം. നിനക്കത് ആരാണെന്ന് അറിയില്ലേ? സീരിയസ്ലി, ശരിക്കും അത് നോയാടാ. അതാരാ? ഇപ്പോൾ ഉള്ളതിലും വെച്ച് വേൾഡിലെ തന്നെ ബെസ്റ്റ് സ്ട്രൈക്കറാണ് പുള്ളിക്കാരൻ. സത്യം പറഞ്ഞ നിനക്ക് ഈ ഫുട്ബോളിനെ പറ്റിയൊന്നും വലിയ ഐഡിയ ഇല്ല അല്ലേ? പക്ഷെ നീ കളിക്കുന്ന കണ്ട ഒരിക്കലും അത് പറയില്ല. ഓ താങ്ക്സ്. ബൈ ദ വൈ, നിന്റെ കാലിനെന്തോ പരിക്ക് പറ്റിയെന്നാണല്ലോ ഞാൻ കേട്ടെ. അതെ എന്ന് പറഞ്ഞ് ചീകരി നടന്ന കാര്യങ്ങളെല്ലാം അവനോട് പറയുന്നു. ഇനിയൊരു പ്രാവശ്യം കൂടി ഇവിടെ എനിക്ക് ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞാ പിന്നെ എന്നെ കൊണ്ട് നടക്കാൻ പറ്റുമോ എന്ന് പോലും എനിക്ക് അറിയില്ല. ഒരു ടൈമിൽ അതിനെപ്പറ്റി ആലോചിച്ച് ഞാൻ ഒരുപാടധികം ടെൻഷൻ അടിക്കുമായിരുന്നു. എന്നാ ഇപ്പൊ ഞാൻ അതിനെല്ലാം മറികടന്ന് വേൾഡിലെ തന്നെ നമ്പർ 1 സ്ട്രൈക്കർ ആവണമെന്ന് ആഗ്രഹിച്ച് ഇവിടം വരെ എത്തിയിരിക്കുന്നു. അത് വിട്. പിന്നെ നിനക്കൊരു കാര്യം അറിയോ? ഇതുപോലെ ഫസ്റ്റ് ടച്ചിൽ തന്നെ ഒരു ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്ത ഒരുപാട് വീഡിയോസ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം എന്ന് ചീഗിരി അവനോട് പറയുന്നു. അങ്ങനെ റൂമിലോട്ട് വന്ന ഇസഗിയും ബാറോയും കാണുന്നത് റൂം മൊത്തം തലതിരിച്ച് വെച്ചിരിക്കുന്ന അവരെ രണ്ടുപേരെയുമാണ്. ബാറോടെ ഓരോ സാധനങ്ങളെല്ലാം എടുത്ത് കാല് വെച്ച് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ് നാഗി. ഡേയ്, നീ എന്തുവാടെ കാണിക്കുന്നേ എന്ന് പറഞ്ഞ് ടെൻഷൻ ആവുകയാണ് നാഗി. എന്നാൽ ഇതൊക്കെ കണ്ട് ഇസഗിക്ക് ഒരുപാടധികം സന്തോഷമാവുന്നു. നമ്മുടെ ടീം മുൻപ് ഉണ്ടായിരുന്നതിനേക്കാൾ വളരെയധികം സ്ട്രോങ് ആയിട്ട് മാറിയിരിക്കുന്നു. തീർച്ചയായിട്ടും റിന്നിനെ ഞങ്ങളെ കൊണ്ട് തോൽപ്പിക്കാൻ സാധിക്കും. പിന്നീട് നമ്മൾ കാണുന്നത് റിന്നിനെയും ബാച്ചറേനെയാണ്. അവർ രണ്ടുപേരും ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എത്രയൊക്കെ ശ്രമിച്ചിട്ടും ചിലക്ക് അവന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. എന്റെ കൂടെ കളിക്കുന്നത് നിനക്ക് വളരെ എന്റർടൈനിങ് ആയിട്ട് തോന്നുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് ബാച്ചറ. ഹേയ്, അങ്ങനെയൊന്നുമില്ല. എന്റെ കൂടെ കളിക്കുന്നത് കൊണ്ട് നിനക്കത് വളരെ എന്റർടൈനിങ് ആയിട്ട് തോന്നുമായിരിക്കും. എന്നാൽ എന്നെ സംബന്ധിച്ച് നീ വെറും നോർമൽ ആയിട്ടുള്ള ഒരു പ്ലെയർ മാത്രമാണ്. നീ എത്ര നന്നായിട്ട് ട്രിബിളിംഗ് ചെയ്താലും അവസാനം നീ ബോൾ ആരുടെയോ കയ്യിൽ കൊടുക്കുന്നത് പോലെയാണ് നിൽക്കുന്നത്. ഇങ്ങനെയുള്ള നിനക്കൊന്നും എന്റെ മുമ്പിൽ ഒരിക്കലും പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന് പറയാണ് റിൻ. സോ ചെറുപ്പം തൊട്ടേ ബാച്ചറ ഫുട്ബോൾ എപ്പോഴും കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കും. ശരിക്കും പറയുവാണെങ്കിൽ ഈ ലോകം തന്നെ അവൾക്ക് ഫുട്ബോൾ ആണ്. ചെറുപ്പം തൊട്ടേ ഫുട്ബോൾ അവന്റെ കയ്യിലുള്ളത് കൊണ്ട് ട്രിബിളിംഗ് ചെയ്യാൻ അവനെ കഴിഞ്ഞിട്ട് വേറെ ആരും ഉള്ളൂ. എല്ലാ മാച്ചിലും വളരെ നന്നായി ട്രിബിളിംഗ് ഒക്കെ ചെയ്ത് അവൻ വിജയിക്കുന്നത് കൊണ്ട് അവന്റെ കൂടെ കളിക്കാൻ ആർക്കും താല്പര്യമില്ല. ഹേയ്, നീ ഇനി ഞങ്ങളുടെ കൂടെ കളിക്കാൻ വരണ്ട. വന്നു കഴിഞ്ഞാ നീ എപ്പോഴും വിജയിക്കും. നീ ഞങ്ങൾക്ക് ബോള് പോലും തരില്ല. ശരിക്കും നിനക്ക് ഫുട്ബോൾ കളിക്കാനുള്ള യോഗ്യതയില്ല എന്ന് ആ പിള്ളേർ അവനോട് പറയുന്നു. ഇത് കേട്ട് ടെൻഷനായ ബാച്ചറ അവരെ ഇട്ട് അടിക്കുന്നു. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള പിള്ളേരും കൂടി ചേർന്ന് ബാച്ചറയെ വാരിക്കോരി അടിക്കുന്നു. അടിയെല്ലാം കൊണ്ട് വീട്ടിലോട്ട് വരുന്ന ബാച്ചറയോട്, നിന്റെ ഭാഗത്തും തെറ്റില്ല, നിന്റെ കൂടെ കളിക്കുന്നവരുടെ ഭാഗത്തും തെറ്റില്ല. പക്ഷെ നിങ്ങളുടെ കാഴ്ചപ്പാട് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ചെറുപ്പം തൊട്ടേ എല്ലാവർക്കും ഒരാഗ്രഹം ഉണ്ടാവും. എന്നാൽ വലുതാവും തോറും കാലത്തിന്റെ മാറ്റം കാരണവോ അവരുടെ സിറ്റുവേഷൻ കാരണവോ ആ ഡ്രീംസ് എല്ലാവരും മറന്നുപോകും. നേടിയെടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടും പല കാരണത്താലും അവരത് ഒഴിവാക്കും. സോ അതേ കാര്യമാണ് നിന്റെ ഉള്ളിൽ കേൾക്കുന്ന ആ ശബ്ദം. ആ മോൺസ്റ്റർ എന്താണോ നിന്നോട് പറയുന്നത് അതുപോലെ നീ ചെയ്യണം. എപ്പോഴും തന്റെ മനസാക്ഷി എന്താണോ പറയുന്നത് അതുപോലെ ചെയ്ത് തീർച്ചയായിട്ടും അവർ ആഗ്രഹിക്കുന്ന പോലെ അവർക്ക് എത്താൻ സാധിക്കും. സോ ബാച്ചറയുടെ സ്കൂളിൽ പോലും അവന്റെ കൂടെ ആരും കളിക്കില്ല. കോച്ച് പറയുന്നത് പോലും അവൻ അനുസരിക്കില്ല. സത്യം പറഞ്ഞ അവന്റെ കൂടെ കളിക്കുന്ന ആ മോൺസ്റ്ററിനെ അല്ലാതെ അവന്റെ ഈക്വൽ ആയിട്ട് വരുന്ന ഒരു പ്ലെയറിനെ അവൻ ഇതുവരെ കണ്ടിട്ടില്ല. നമ്മളുടെ അതേ കഴിവുള്ളവരുടെ കൂടെ ചേർന്ന് മത്സരിച്ചാൽ മാത്രമേ നമ്മളെ കൊണ്ട് മുന്നോട്ട് പോവാൻ സാധിക്കൂ. എന്നാൽ എത്രയൊക്കെ അന്വേഷിച്ചിട്ടും അതുപോലെ ഒരാളെ അവനെ കണ്ടെത്താൻ സാധിച്ചില്ല. അങ്ങനെ ആ മോൺസ്റ്ററിനെ വിശ്വസിച്ച് അതിനെ അവനൊരു ടീംമേറ്റ് ആയിട്ട് കണ്ടു. അവനക്ക് പറ്റിയ ഒരാളെ അവനെ കൊണ്ട് കണ്ടുപിടിക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ അവൻ ഒരുപാടധികം വിഷമിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ബ്ലൂ ലോക്കിന്റെ ഓഫർ അവന്റെ അടുത്തോട്ട് വരുന്നത്. ഹേയ് ബാച്ചറ, നീ ഇത്രയും കാലം കഷ്ടപ്പെട്ടതൊന്നും ഒരിക്കലും വെറുതെ ആയിട്ടില്ല. തീർച്ചയായിട്ടും നീ അങ്ങോട്ട് പോണം. നിന്റെ കഴിവെന്താണെന്ന് നീ അവർക്ക് കാണിച്ചു കൊടുക്കണം എന്ന് പറയുവാണ് അവന്റെ അമ്മ. അങ്ങനെ അവൻ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നോയെ അവൻ കാണുന്നത്. നോവ, റൊണാൾഡോ, മെസ്സി. ഹേയ് സീക്കോ, നിങ്ങളും. സീക്കോ, ബോൾ പാസ് ചെയ്യ, എനിക്ക് പാസ് ചെയ്യ സീക്കോ എന്ന് അവനൊരു സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുവാണ്. അപ്പോഴാണ് അവൻ കണ്ണു തുറന്ന് നോക്കുന്നത്. ഫസ്റ്റ് സെലക്ഷൻ നടക്കുന്ന സമയത്തായിരുന്നു അവൻ ആ സ്വപ്നം കണ്ടിരുന്നത്. അവസാന സമയത്ത് ആരുടെ അടുത്താണോ ബോൾ ഇരിക്കുന്നത് അവർ ഈ ഗെയിമിൽ നിന്നും ഔട്ടാവും. ഇതേ സമയമാണ് ഇസഗിയുടെ കയ്യിലോട്ട് ബോൾ കിട്ടുന്നത്. ഇഗ്രാഷിയെ തോൽപ്പിക്കാനുള്ള ഒരു കറക്റ്റ് ചാൻസ് അവന് കിട്ടിയിരുന്നു. എന്നാ ഒരിക്കലും വീക്കായിട്ടുള്ള ഒരാളെ അറ്റാക്ക് ചെയ്യരുതെന്ന് പറഞ്ഞ ഇസഗി ബാച്ചിറയുടെ അടുത്തോട്ട് വരുന്നു. ബ്ലൂ ലോക്കിലോട്ട് ഞാൻ വന്നത് തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. എന്റെ താഴെയുള്ളവരെ അറ്റാക്ക് ചെയ്യുന്നതിന് പകരം എന്റെ മുകളിലുള്ളവരെ അറ്റാക്ക് ചെയ്താൽ മാത്രമേ എന്നെ കൊണ്ട് അതിന് സാധിക്കൂ. ഹേയ്, ഐ ലൈക്ക് യു. നീ പറഞ്ഞത് ശരിയാ, ഞാനും നിന്നെ പോലെ തന്നെയാ എന്ന് പറഞ്ഞു ബാച്ചറ അവന്റെ കയ്യിൽ നിന്നും ബോൾ തട്ടിയെടുക്കുന്നു. നമ്മൾക്ക് സ്ട്രോങ് ആവണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെക്കാൾ മുകളിലുള്ളവരെ തോൽപ്പിച്ചുകൊണ്ടായിരിക്കണം അത്. ആ ഒരു നിമിഷം ഇത്രയും വർഷമായിട്ട് ഞാൻ തേടിക്കൊണ്ടിരുന്ന ആ മോൺസ്റ്ററിനെ ഞാൻ കണ്ടു. അന്നു മുതൽ ആ മോൺസ്റ്റർ ഇസഗി ആയിരുന്നുവെന്ന് ഞാൻ വിശ്വസിച്ചു. എന്റെ ഫുട്ബോൾ ഏറ്റവും നന്നായി മനസ്സിലാക്കുന്ന ഒരാളാണ് അവൻ. റിൻ, നീ പറഞ്ഞില്ലേ ബോൾ ഞാൻ ആർക്കോ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെന്ന്. സത്യത്തെ എന്റെ ഉള്ളിൽ ഒരു മോൺസ്റ്റർ ഉണ്ട്.
അത് പറയുന്നത് പോലെയാ ഞാൻ ചെയ്യുന്നേ എന്ന് റിന്നിനോട് പറയുവാണ് ബാച്ചിറ. ഇത് കേട്ട് അവന് വളരെ വിചിത്രമായിട്ട് തോന്നുന്നു. ഇങ്ങനെ ഓരോ മണ്ടത്തരം കേൾക്കാൻ എനിക്ക് സമയമില്ല, വെറുതെ എന്റെ ടൈം വേസ്റ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞ് റിൻ അവിടെ നിന്നും പോകുന്നു. എത്രയൊക്കെ ഇവനെ അടുത്തറിയാൻ ശ്രമിച്ചാലും ഇവനെ മുഴുവനായിട്ട് മനസ്സിലാക്കാൻ എന്നെ കൊണ്ട് സാധിക്കുന്നില്ലല്ലോ. സത്യം പറഞ്ഞ ഇവന്റെ അകത്തൊരു മോൺസ്റ്റർ ഉണ്ടെന്നാ തോന്നുന്നത് എന്ന് ചിന്തിച്ച് ബാച്ചിറയും റിന്നും പുറത്തോട്ട് വരുന്നു. അപ്പോഴാണ് അവൻ ഇസഗിയെ കാണുന്നത്. ഹേയ് ബാച്ചിറ, നിന്നെ കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ. പറഞ്ഞതുപോലെ തന്നെ നിന്നെ കൊണ്ടുപോവാൻ ഞാൻ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഹേയ് റിൻ, ഇപ്രാവശ്യം തീർച്ചയായിട്ടും ഞാൻ നിന്നെ തോൽപ്പിക്കും എന്ന് അവനോട് പറയുവാണ് ഇസഗി. ഇത് കേട്ട് ബാച്ചിറക്ക് ഒരുപാടധികം സന്തോഷാവുന്നു. കാരണം ഇപ്പൊ അവന്റെ മുമ്പിൽ നിൽക്കുന്നത് ഒരുപാട് കഴിവുകളുള്ള 2 മോൺസ്റ്റേഴ്സ് ആണ്. ഇതിൽ ആരാ ബെസ്റ്റ് എന്ന് ഞാൻ തീർച്ചയായിട്ടും കണ്ടുപിടിക്കും. സോ അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ചെറുപ്പം തൊട്ടേ ബാച്ചിറക്ക് പറ്റിയൊരു ടീംമേറ്റ് അവന്റെ കൂടെ ഉണ്ടായിരുന്നില്ല. അത് കാരണം അവൻ തന്നെ ഒരു ഇമാജിനറി ക്യാരക്ടറിനെ ഉണ്ടാക്കി. അതാണ് ആ മോൺസ്റ്റർ. ഇസഗിയെ ആദ്യമായി കണ്ട സമയത്ത് ആ മോൺസ്റ്റർ ഒരു പ്ലെയർ ആയി മാറിയതുപോലെ അവന് തോന്നി. അത് കാരണമാണ് അവൻ ഇസഗിയെ ഇത്രയധികം ഇഷ്ടപ്പെടുന്നത്. എന്നാൽ റിന്നിനെ കണ്ട സമയത്ത് അവനും ഇസഗിയെ പോലെയുള്ള ഒരു മോൺസ്റ്റർ ആണെന്ന് ഇവന് മനസ്സിലാവുന്നു. സോ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുത്താണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരാത്തവരേക്കും ബൈ.